ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നല്ല കേട്ടോ. എനിക്ക് ഇന്ന് ഉണ്ടായൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഭാവിയിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം. പറ്റുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിൽ അത് വരുമ്പോഴാണ് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. അവിടെ ഇവിടെയും വാർത്തയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയതായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഇന്ന് എനിക്കുണ്ടായൊരു അപകടമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. സംഭവം എനിക്കുണ്ടായൊരു അപകടമാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ തട്ടും സംഭവങ്ങളൊക്കെ ഞാനെടുത്ത് കഴുകാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇയാൾ അകത്ത് കയറിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവനിതാ കണ്ട ആ ഒരു പൊക്കത്തിനനുസരിച്ചിട്ടുള്ള അവൻ തന്നെ ഇതേപോലെ വാതിലടച്ചു. പിന്നെ ഇവൻ സൗണ്ട് ഞാൻ വിളിക്കുന്നുണ്ടെങ്കിലും ഇവൻ കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പുറത്തേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആളാകെ പേടിച്ച് അവശനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ പോലും അവന് കയറാൻ മടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് അവൻ കയറിയത്. ഞാനിങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കണ്ടേ എന്ന് വിചാരിച്ച് മാത്രം ഞാനിപ്പോൾ ചെറിയൊരു വീഡിയോ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഫ്രിഡ്ജ് അത്യാവശ്യം എന്താ പറയുക അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് ചെയ്തിട്ടിട്ടാണ് പോയത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായത്. അപ്പോൾ നമ്മുടെ വീട്ടിലും കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് എന്താ പറയുക വീടുകളിൽ ഇപ്പോൾ ഓരോ ദിവസം നമ്മൾ വാർത്തകളിൽ നോക്കുമ്പോൾ മക്കൾക്കുണ്ടായ ഓരോ ഇപ്പം തനിയെ നടന്ന് പുഴവക്കത്ത് പോയി അങ്ങനെ പുഴയിൽ വീണ്ടു അങ്ങനെ ഓരോ അപകടങ്ങൾ കൊച്ചുമക്കൾക്ക് ഡെയിലി നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ അത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ എനിക്കുണ്ടായൊരു കാര്യം ഞാനിങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മളിതൊക്കെ ഊരി മാറ്റി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് കയറി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. എൻ്റെ മോൻ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് കേക്ക് ഒളിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവന് കയറിയിരിക്കുമ്പോൾ അവന് സ്പേസ് ഉള്ള കാരണം ഡോർ അടയൂലായിരുന്നു. പക്ഷേ ഇത് കയറി നിൽക്കാൻ പറ്റിയ പാകത്തിന് അതിലെ സംഭവങ്ങളൊക്കെ മാറ്റിയപ്പോൾ കയറി നിൽക്കാൻ പാകത്തിന് സ്പേസ് ഉണ്ട്. അവൻ ഡോർ അടച്ചപ്പോൾ ഡോർ അടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും ഇവൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഡോറിൻ്റെ അടഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവൻ മിസ്സായ ആ ഒരു ടൈമിൽ നോക്കിയത്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള തോന്നൽ. ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ആളാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ വീടുകളിലും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കൊച്ചു മക്കളൊക്കെ ഉള്ള വീട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്